13-ാം വയസ്സിൽ തുടങ്ങിയ ലഹരി ഉപയോഗം ഒരു വീടിന്റെ പ്രകാശത്തെ മാത്രമല്ല, ഒരു യുവാവിന്റെ ജീവിതത്തെ തന്നെ പൂർണ്ണമായും ഇരുട്ടിലാക്കി മാറ്റിയതിന്റെ ഭയാനകമായ ചിത്രമാണ് പാളയം ബിജു വധക്കേസിൽ ഇപ്പോൾ പുറത്തുവരുന്നത്. ലഹരിയിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കൈയും കാലും കെട്ടിയിട്ട് ഡി അഡിക്ഷൻ സെന്ററിൽ എത്തിച്ച ബന്ധു ബിജുവിനോട് ഉള്ളിലൊതുക്കിയ കടുത്ത പകയാണ് ഒടുവിൽ അയാളെ തന്നെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നതിലേക്ക് ദീപക്കിനെ നയിച്ചത്. സ്വന്തം ലഹരി ഉപയോഗം കാരണം നിരന്തരം വഴക്കിട്ടിരുന്ന ജ്യേഷ്ഠ സഹോദരനെ കേസിൽ കുടുക്കാനും അന്വേഷണം വഴിതിരിച്ചുവിടാനുമായി സഹോദരന്റെ ടീഷർട്ട് ധരിച്ചാണ് ഞായറാഴ്ച രാത്രി ദീപക് കൊലപാതകത്തിനായി ഇറങ്ങിത്തിരിച്ചതെന്ന ക്രൂരമായ ആസൂത്രണത്തിന്റെ വിവരങ്ങളും പുറത്തുവന്നു. 13-ാം വയസ്സിൽ ലഹരി മരുന്നുകളുടെ ലോകത്തേക്ക് വഴിതെറ്റി വീണ ദീപകിന്റെ ജീവിതം പിന്നീട് തിരിച്ചു വരാനാകാത്ത വിധം തകരുകയായിരുന്നുവെന്ന് കുടുംബം പോലീസിന് നൽകിയ മൊഴി വ്യക്തമാക്കുന്നു. +1 പഠിക്കുമ്പോൾ തന്നെ ലഹരി ഉപയോഗത്തെ തുടർന്ന് ഇയാളെ ആദ്യമായി ചികിത്സയ്ക്ക് വിധേയനാക്കിയിരുന്നു. BA ഇംഗ്ലീഷ് ബിരുദത്തിന് ചേർന്നുവെങ്കിലും ലഹരി മരുന്നിനോടുള്ള കടുത്ത അടിമത്തം കാരണം പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. ലഹരി കിട്ടാതെ വരുമ്പോൾ കാണിക്കുന്ന അക്രമാസക്തത കാരണം നാട്ടുകാരുമായും അയൽവാസികളുമായും സ്ഥിരം പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ദീപക്കിനെതിരെ 2 കേസുകൾ നിലവിലുണ്ട്. 1.5 വർഷം മുമ്പ് ദീപക്കിന്റെ ലഹരി ഉപയോഗം അതിരുവിട്ടപ്പോൾ അയാളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ മുൻകൈയെടുത്തത് ബന്ധുവായ ബിജുവായിരുന്നു. ബിജുവിന്റെ നിർബന്ധപ്രകാരം ദീപക്കിന്റെ കൈയും കാലും കൂട്ടിക്കെട്ടിയാണ് തിരൂരിലെ ലഹരി വിമുക്ത കേന്ദ്രത്തിൽ എത്തിച്ചത്. സ്വന്തം നല്ലതിനു വേണ്ടി ചെയ്ത ഈ സഹായത്തെ പക്ഷേ ലഹരിക്ക് അടിമപ്പെട്ട ദീപക്കിന്റെ മനസ്സ് വലിയൊരു ശത്രുതയായാണ് കണ്ടത്. തന്നോട് ഈ ക്രൂരത കാണിച്ച രക്ഷകനോടുള്ള പക ഉള്ളിൽ കൊണ്ടു നടന്ന ദീപക് ഒടുവിൽ ബിജുവിന്റെ ജീവനെടുത്ത് ആ പ്രതികാരം വീട്ടുകയായിരുന്നു. കൃത്യം നടത്തുന്നതിലും കേസിൽ നിന്ന് രക്ഷപ്പെടുന്നതിലും തികഞ്ഞ ക്രിമിനൽ ആസൂത്രണമാണ് പ്രതി പുറത്തെടുത്തത്. നിരന്തരം തന്നോട് ലഹരിയുടെ പേരിൽ തർക്കത്തിലേർപ്പെട്ടിരുന്ന സ്വന്തം ജ്യേഷ്ഠ സഹോദരനെയും ഈ കേസിൽ കൊലപ്പെടുത്താൻ ദീപക് പദ്ധതിയിട്ടു. ഇതിനായി സഹോദരന്റെ വെള്ള ടീഷർട്ട് ധരിച്ചാണ് ബിജുവിന്റെ വീട്ടിലേക്ക് അച്ഛന്റെ സ്കൂട്ടറിൽ എത്തിയത്. കൊലപാതകത്തിന് ശേഷം വീട്ടിലെത്തി രക്തം പുരണ്ട ടീഷർട്ട് വീടിന് പുറകുവശത്ത് കത്തിച്ചു കളഞ്ഞു. എന്നാൽ പാതി കത്തിയ നിലയിൽ പോലീസ് കണ്ടെടുത്ത ടീഷർട്ട് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചതോടെ പ്രതിയുടെ തന്ത്രം പൊളിയുകയായിരുന്നു. അഞ്ചരക്കണ്ടിയിലും മറ്റ് കേസ് അന്വേഷണങ്ങളിലും കണ്ടതുപോലെ ഒരു ഘട്ടത്തിലും പ്രതിക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ നൽകാതെ അതീവ ജാഗ്രതയോടെയാണ് പോലീസ് ഈ കാര്യം കൈകാര്യം ചെയ്തത്. ദീപക് വെള്ള ടീഷർട്ട് ധരിച്ചു പോകുന്നതും വരുന്നതുമായ CCTV ദൃശ്യങ്ങൾ കണ്ടു. കൃത്യത്തിന് ശേഷം അടുത്ത ബന്ധുവായിട്ടും ബിജുവിന്റെ വീട്ടിലേക്ക് വരാതെ കുളങ്ങര പീടികയിലെ സ്വന്തം വീട്ടിലേക്ക് പോയ ദീപക് പിന്നീട് മാതാപിതാക്കളുടെ നിർബന്ധപ്രകാരം സംസ്കാര ചടങ്ങിൽ മാത്രമാണ് പങ്കെടുക്കാനെത്തിയത്. ഈ സംശയം പിന്തുടർന്ന് വീട്ടിലെത്തിയ പോലീസിനോട് എതിർപ്പൊന്നും പ്രകടിപ്പിക്കാതെ ഇയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു.